പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും കോഴിയല്ല, കുരുപ്പ് പിടിച്ച കോഴിയാണെന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജസ്ല മാടശ്ശേരി. രാഹുൽ തുടർച്ചയായി അയച്ച പഴയ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടും ജസ്ല പങ്കുവച്ചിട്ടുണ്ട്. ഒരാളുടെ പോക്ക് കണ്ടാൽ ഏതറ്റം വരെ എത്തുമെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്നും കോഴികളെ കിലോമീറ്ററുകൾ അപ്പുറത്തുനിന്ന് തന്നെ മണക്കുമെന്നും ജസ്ല ഫേസ്ബുക്കിൽ കുറിച്ചു. മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ സ്ത്രീ പീഡന വീരന്മാരാണ് കോൺഗ്രസിന്റെ യുവ മുഖമുദ്രയായി ഇലക്ഷനുകളിൽ മത്സരിക്കുന്നതെങ്കിൽ കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന്മേൽ കയറിയാകും സ്ഥാനാർത്ഥിത്വമെന്നും ജസ്ല കുറിച്ചു. ഒരാളുടെ പോക്ക് കണ്ടാൽ അത് ഏതറ്റം വരെ എത്തുമെന്ന് തിരിച്ചറിയാൻ തനിക്ക് പ്രത്യേക കഴിവുണ്ടെന്നും കോഴികളെ കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്ന് തന്നെ താൻ മണത്തറിയുമെന്നും ജസ്ല കുറിച്ചു. 2017 ചാറ്റുകളാണ് ജസ്ല പുറത്തുവിട്ടത്. നീ വല്ലാത്ത സാധനമാണല്ലോ കൊച്ചേ, വഴക്കാളി തുടങ്ങിയ പ്രയോഗങ്ങൾ രാഹുൽ നടത്തിയതായി സ്ക്രീൻഷോട്ടുകളിൽ കാണാം. അന്ന് ചാറ്റ് അവിടെ വെച്ച് നിർത്തിയത് കൊണ്ടാണ് ഇതിൽ കൂടുതൽ മോശമായി ഒന്നും സംഭവിക്കാതിരുന്നതെന്നും ജസ്ല പറഞ്ഞു. രാഹുലിന്റെ പീഡന ന്യായീകരണ അഭിമുഖം കണ്ടപ്പോഴാണ് ഇത് പുറത്തുവിടാൻ തീരുമാനിച്ചതെന്ന് വ്യക്തമാക്കിയ ജസ്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും കോഴിയല്ല, കുരുപ്പ് പിടിച്ച കോഴിയാണ് എന്നും വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ് അവസാനിപ്പിച്ചത്. ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ് വനിതാ നേതാവ് എം.എ. ഷഹനാസും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. രാഹുലും താനുമായി ഒരു സൗഹൃദവുമില്ലെന്നും തമ്മിലൊരു സെൽഫി പോലും എടുത്തിട്ടില്ലെന്നും എം.എ. ഷഹനാസ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഷഹനാസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനടക്കം തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന രാഹുലിന്റെ പരാമർശം കള്ളമാണെന്നും അവർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോഴിയെ തിരിച്ചറിയാൻ ഒരു സ്ത്രീക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ അവൻ നിരന്തരം എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ഷഹനാസ് തുറന്നടിച്ചു. രാഹുൽ മാങ്കൂട്ടം ഒരു കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. രാഹുൽ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും തനിക്കില്ല. രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ട്. പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ്. രാഹുലിന് എൻ്റെ മുന്നിലിരിക്കാൻ ധൈര്യമുണ്ടോ? രാഹുലിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാണെന്നും എം.എ. ഷഹനാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്വകാര്യ സാറ്റലൈറ്റ് ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവും നവമാധ്യമങ്ങളിൽ വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. രാഹുലിനെ ഇതുവഴി വെള്ളപൂശാൻ ശ്രമിച്ചുവെന്നും അതിജീവിതമാരെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ഇതുവഴി രാഹുലിന് അവസരമൊരുങ്ങിയെന്നുമാണ് സൈബറിടത്ത് വരുന്ന പ്രധാന ആക്ഷേപം.